തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച പട്ടാളക്കാരൻ എന്ന കഥ. പോലീസ് സ്റ്റേഷനിൽ ഒരു ആൾക്കൂട്ടം കണ്ട് അങ്ങോട്ട് കയറി ചെന്നു. അവിടെ ഓരോരുത്തരുടെയും പൊക്കവും വണ്ണവും അളന്നു നോക്കി. വീട്ടുപേര് ചോദിച്ചു. അതിനുത്തരം പറയാനില്ലായിരുന്നു. അങ്ങനെ അന്ന് 150 പേരെ എടുത്ത കൂട്ടത്തിൽ അയാളെയും എടുത്തു. അന്ന് തന്നെ അവരെ കൊണ്ടുപോയി. ഉത്സാഹകരമായൊരു യാത്രയായിരുന്നു. 3 നേരവും നല്ല ആഹാരമുണ്ട്. സ്വകാര്യ ചെലവിന് കുറേ പണവുമുണ്ട്. കൂട്ടുകാരും കൊള്ളാം. ട്രെയിൻ പുതിയ പുതിയ പല സ്ഥലങ്ങളിലും കൂടി കടന്നുപോയി. വമ്പിച്ച പല നഗരങ്ങളും അവൻ കണ്ടു. 8 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെ ഒരു സ്ഥലത്ത് കൊണ്ട് ചെന്നിറക്കി. പരിശീലനകാലം കുറേ ക്ലേശകരമായിരുന്നു. എങ്കിലും 3 നേരവും ആഹാരമുണ്ട് എന്ന ബോധ്യം എന്താശ്വാസമാണ്. എന്നല്ല, ജീവിതം ഒന്നിനൊന്ന് വിശാലമായിക്കൊണ്ടും പുതിയ പുതിയ അനുഭവങ്ങൾ അതിനെ സ്തോഭപൂർണമാക്കിക്കൊണ്ടുമിരുന്നു. തെണ്ടി എന്ന ബോധം പോയി തുടങ്ങി. വിരിച്ചു കിടന്നെങ്കിലേ ഉറക്കം വരൂ. തലയൊന്ന് പൊക്കി വയ്ക്കണം. നാക്കിന് സ്വാദറിയാമെന്നുമായി. ചെയ്യാൻ എന്തോ ഉണ്ടെന്ന തോന്നൽ കൊണ്ട് ജീവിതത്തിനും പിടിപ്പും കനവും വന്നു. അവനും ചില കടമകളുണ്ട്, അവകാശങ്ങളുണ്ട്. ആ സൈന്യത്തെ 2000 മൈൽ അകലെ ഒരിടത്തേക്ക് മാറ്റി. പിന്നീട് മറ്റൊരിടത്തേക്ക് പോയി. മൂന്നാമതൊരിടത്തും കുറച്ചുനാൾ കഴിഞ്ഞു. ഇപ്പോൾ അയാൾക്ക് ഹിന്ദുസ്ഥാനി അറിയാം. ഇന്ത്യയിലെ എല്ലാ പ്രധാന നഗരങ്ങളും കണ്ടു. ജീവിക്കുവാനും കുറേയൊക്കെ പഠിച്ചു. കയ്യിൽ പണമുണ്ട്. സർക്കാരിൽ നിന്ന് കിട്ടുവാനുമുണ്ട്. ഒരു ദിവസം മേലധികാരി അവരെ അറിയിച്ചു, ആവശ്യമുള്ളവർക്ക് 1 മാസത്തെ അവധിയിൽ വീട്ടിൽ പോയി വേണ്ടവരെയെല്ലാം കണ്ടിട്ട് വരാമെന്ന്. വേണ്ടവർ ഉടൻ അപേക്ഷിച്ചു കൊള്ളണം. ആ സൈനിക നിലയത്തിലെ അന്നത്തെ ഉത്സാഹം പറഞ്ഞറിയിക്കാൻ വയ്യ. അയാളും അതിൽ പങ്കുകൊണ്ടു. പക്ഷേ അയാളുടെ ഉത്സാഹത്തിന് സാരാംശത്തിൽ എന്തോ കുറവുണ്ടായിരുന്നു. അതൊരു ഭാവനയാണെന്ന് തോന്നിപ്പോകും. അയാളും ഒരു ഫോറം പൂരിപ്പിച്ചയച്ചു. അന്ന് രാത്രിയിൽ ഭക്ഷണം കഴിഞ്ഞ് 4-5 പേരായി ഓരോരോ സംഘം കൂടിയിരുന്ന് വർത്തമാനം പറയുകയായിരുന്നു. ഒരു മൈസൂർക്കാരൻ തിരുനെൽവേലിക്കാരനോട് ചോദിച്ചു, നമുക്കൊന്നിച്ച് തിരിക്കരുതോ? പക്ഷേ എനിക്ക് നാളെ വൈകിട്ട് തന്നെ പോകണം. ഞാനും അങ്ങനെ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. കൊള്ളാം, എൻ്റെ മകളെ കണ്ടിട്ട് എത്ര നാളായി. ആ മൈസൂർക്കാരൻ തെല്ലിട എന്തോ ഓർത്തിരുന്നു. മകളെ അന്തഃചക്ഷുസ്സുകൾക്ക് മുൻപിൽ കണ്ടിട്ടെന്ന പോലെ അയാളുടെ മുഖം പ്രകാശിച്ചു. തിരുനെൽവേലിക്കാരൻ പറഞ്ഞു, എൻ്റെ വയസ്സായ അമ്മ. അവരറിയാതെയാണ് ഞാൻ പോന്നത്. ഞാൻ ഒറ്റ മകനുമാണ്. അയാൾക്കും ഓർക്കുവാനുണ്ടായിരുന്നു. സ്വഗതമായി അയാൾ പറഞ്ഞു, പാവം, ആ കൊച്ചു കുടിലിൽ മകൻ്റെ വരവും കാത്തുകാത്ത് തനിച്ചിരിക്കുകയാണ്. പാലക്കാട്ട് സ്വദേശിയായ ഒരാൾ അപ്പോൾ രാമനോട് ചോദിച്ചു, നിങ്ങൾ എന്ന് പോകുന്നു? നമുക്കൊരുമിച്ച് പോകരുതോ? രാമൻ നായർ യാന്ത്രികമായി മറുപടി പറഞ്ഞു, ഓഹോ. മദ്രാസുകാരനായ മറ്റൊരാൾ എല്ലാവരോടുമായി ഒരു ഉപദേശം ആവശ്യപ്പെട്ടുകൊണ്ട് പതുക്കെ ചോദിച്ചു, 30 ദിവസങ്ങളിൽ കൂടുതൽ താമസിക്കാൻ വല്ല വശവുമുണ്ടോ? പാലക്കാട്ടുകാരൻ ഉത്തരം പറഞ്ഞു, സുഖക്കേടാണെന്ന് പറഞ്ഞ് കമ്പി കൊടുക്കണം. അതെനിക്ക് നോട്ടമുള്ള കാര്യമാണ്. വീട്ടിൽ ചെന്നിട്ട് 1000 കൂട്ടം സംഗതികൾ സാധിക്കാനുണ്ട്. മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു, അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തിനാ ഈ അവധി തരുന്നതെന്നറിയാമോ? വീട് കാണാനാണ്. എല്ലാം കണ്ടിട്ട് പോരണം. ഇനിയും യോഗമുണ്ടെങ്കിലേ അമ്മയെയും മകളെയും ഒക്കെ കാണാനൊക്കൂ. നമ്മെ യുദ്ധത്തിനയക്കാൻ പോവുകയാണ്. ആരും മിണ്ടിയില്ല. ആ രംഗം പെട്ടെന്ന് അപ്രസന്നമായി. ഒരു ദീർഘനിശ്വാസത്തോടെ മൈസൂർക്കാരൻ പറഞ്ഞു, എൻ്റെ മകൾക്ക് 1000 രൂപ കിട്ടും. ഓ, അത് മതി. തിരുനെൽവേലിക്കാരൻ തുടർന്നു, 1000 രൂപയുള്ളതുകൊണ്ട് എൻ്റെ അമ്മയെ അവസാന കാലത്ത് ശുശ്രൂഷിക്കാൻ ആരെങ്കിലും കാണും. ദീർഘനിശ്വാസങ്ങൾ കൊണ്ട് കലുഷമായ ആ രാത്രിയിൽ ആർക്കും പെട്ടെന്ന് ഉറക്കം വന്നില്ല. ആ 30 ദിവസങ്ങൾ കൊണ്ട് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർക്കണം. രാമൻ നായരും അവധിക്കാലത്തെ പരിപാടി തയ്യാറാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒന്നും ചെയ്യാനില്ലായകയാൽ ഒരു പരിപാടിയും വിശദമാവുന്നില്ല. അലസങ്ങളായ 30 ദിവസങ്ങളാണ് നീണ്ടു നിവർന്ന് മുന്നിൽ കിടക്കുന്നത്. അടുത്ത് കിടക്കുന്ന പാലക്കാട്ടുകാരൻ രാമൻ നായരോട് ചോദിച്ചു, രാമൻ നായർക്ക് വീട്ടിൽ ആരെല്ലാമുണ്ട്? ആരുമില്ല. അവധിക്കാലത്ത് എങ്ങോട്ട് പോകുന്നു? അതിനയാൾക്ക് ഉത്തരം പറയാനില്ല. കൂട്ടുകാരൻ വീണ്ടും ചോദിച്ചു, നാട് തിരുവനന്തപുരം അല്ലേ? രാമൻ നായർ ഒന്നുകൂടി കുഴങ്ങി. അതിന് ഉത്തരം പറയാനില്ല. എന്നെ എടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ്. നാട് എവിടെയാണ്?
ഞാൻ വരുന്നില്ല, എനിക്ക് അവധി വേണ്ട, രാമൻ നായർ ദേഷ്യപ്പെട്ട് പറയുന്നത് പോലെ തോന്നി. കൂട്ടുകാരൻ ചോദിച്ചു, താൻ എന്തിനാ പിണങ്ങുന്നേ? താൻ വീട്ടിൽ നിന്ന് പിണങ്ങിയാണ് പോന്നതെങ്കിൽ ഞാൻ എന്ത് പിഴച്ചു? അങ്ങനെ ആ സംസാരം നിലച്ചു. രാത്രിയുടെ 3-ാം യാമത്തിൻ്റെ അവസാനത്തിലും അവിടെ ഉറങ്ങാതെ ഒരാളുണ്ടായിരുന്നു, രാമൻ. ഈ പേര് ആരാണിട്ടതെന്ന് അയാൾ അത്ഭുതപ്പെട്ടു. നായരെന്ന സ്ഥാനം എങ്ങനെ കിട്ടി? തെരുവ് നീളെ തെണ്ടി നടന്ന ബാല്യകാലത്ത് ആ പേര് ചൊല്ലി ആരും വിളിച്ചിട്ടില്ല. ജീവിതത്തിൽ എവിടെ മുതൽ ഈ പേര് ആരംഭിക്കുന്നു? ഞാൻ വരുന്നില്ല, എനിക്ക് അവധി വേണ്ട. ഈ വാചകങ്ങൾ ഒരു ശാപം പോലെ അയാളുടെ ചെവിക്കുള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ തീർത്ത് പറയണ്ടായിരുന്നു. കേരളത്തിൽ എവിടെയോ ആ ഭാഗ്യം കെട്ട സ്ത്രീ ഉണ്ടായിരിക്കും, അമ്മ. അല്ലെങ്കിൽ ആ പുരുഷൻ, അച്ഛൻ. അതുമല്ലെങ്കിൽ താൻ കിടന്ന വയറിൽ നിന്നും അതിനു മുൻപോ പിൻപോ വന്ന ഒരാളെങ്കിലും. അങ്ങനെ തന്നെക്കുറിച്ച് ഓർക്കുന്ന ഒരാൾ ലോകത്തിലില്ലെന്ന് വരുമോ? ഒരുപക്ഷെ അന്വേഷിച്ചാൽ കണ്ടെത്തിയെന്നും വരാം. അയാൾ പല നാട് കണ്ടു, പല ജാതിക്കാരുമായി ഇടപെട്ടു, പല ഭാഷകളും പേശിക്കേട്ടു. പക്ഷേ കേരളത്തിൽ തെണ്ടി നടന്നാലും ക്ഷീണമില്ല. അവിടുത്തെ പച്ചവെള്ളത്തിനും ഒരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ ഉച്ചവെയിലും വാടി തളർത്തുകയില്ല. മലയാളികളുടെ ചിരിക്കേ ഹൃദയംഗമത്വമുള്ളൂ. ആ ഭാഷയ്ക്ക് സ്നേഹത്തെ ആവിഷ്കരിക്കാനേ കഴിയൂ. ജനിച്ച നാട് പെറ്റമ്മയെപ്പോലെ അയാളെ മാടി വിളിച്ചു. കേരളത്തിലെ സുഖശീതളമായ തെങ്ങിൻ തണലിൽ കിടന്നുറങ്ങണം, പുറവേലികളിൽ കൂടി അലയണം. അങ്ങനെ കേരളത്തിലെ ഒരു പിടി ചോറുകൂടി ഉണ്ണണം. പ്രഭാതത്തിൽ എല്ലാവരെക്കാളും മുമ്പേ അയാൾ എഴുന്നേറ്റു. മറ്റുള്ളവർ ഉണർന്നപ്പോൾ അയാൾ യാത്രയ്ക്ക് തയ്യാറായി കഴിഞ്ഞു. ആലപ്പുഴ പട്ടണത്തിലെ എല്ലാ റോഡുകളിലും മുക്കുകളിലും ഒരു പട്ടാളക്കാരനെ 3-4 ദിവസങ്ങളായി കാണാറുണ്ട്. നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തും 3-4 തവണ അയാൾ പ്രത്യക്ഷപ്പെടും. രാത്രിയിലും നടപ്പ് തന്നെയാണ്. ഒരു രാത്രി ബോട്ട് ജെട്ടിയിൽ നിന്ന കോൺസ്റ്റബിളിനോട് ഒരു വൃദ്ധനായ ചുമട്ടുകാരൻ മുഹമ്മദിയന് മാത്രം അയാളെക്കുറിച്ച് എന്തോ ഒന്ന് പറയാനുണ്ടായിരുന്നു. അയാൾ എവിടെ താമസിക്കുന്നുവെന്നോ എവിടുത്തുകാരനെന്നോ ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ. ഒരു ദിവസം അയാളെ കണ്ടില്ല. പിറ്റേന്ന് രാവിലെ കൊല്ലത്ത് ആനന്ദവല്ലീശ്വര ക്ഷേത്രത്തിന് സമീപം ഒരു വീടിൻ്റെ അടച്ചിട്ടിരുന്ന പടിപ്പുരയ്ക്ക് പുറത്ത് അയാൾ നിൽക്കുന്നതായി കാണായി. ഒരു ഇരുമ്പുപെട്ടി തൂക്കി പിടിച്ചിട്ടുണ്ട്. റോഡിൽ കൂടി പോയ ഒരു ചെറുപ്പക്കാരൻ അയാളോട് കയറി പറഞ്ഞു അവിടെ ആരും താമസമില്ലെന്ന്. ആ സമയം ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി വന്ന ഒരു മാന്യൻ്റെ പിന്നാലെ അയാൾ നടന്നു. കുറച്ചു ദൂരം ചെന്നിട്ട് അദ്ദേഹം ഒരു പടിക്കലേക്ക് തിരിഞ്ഞു. ഞാൻ രാമനാണ്. ഈ ശബ്ദം കേട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കി. പെട്ടിയും തൂക്കിപ്പിടിച്ച് ശിലാപ്രതിമ പോലെ ആ പട്ടാളക്കാരൻ നിൽക്കുന്നു. രാമനോ? ഏത് രാമൻ? ആ മാന്യൻ ചോദിച്ചു. ഒന്നും മിണ്ടാൻ കഴിയാതെ അയാൾ തെല്ലിട അങ്ങനെ നിന്നിട്ട് നടന്നു. അങ്ങകലെ റോഡിൻ്റെ വളവിൽ അയാൾ അപ്രത്യക്ഷനാകുന്നതുവരെ അദ്ദേഹം നോക്കി നിന്നു. രാമൻ, അങ്ങനെ ഒരാളെ അദ്ദേഹം ഓർക്കുന്നില്ല. ചിന്നക്കടയിൽ ഒരു ഹോട്ടലിൻ്റെ ഒരു വാതിൽ പലകയിൽ രാമൻ എന്ന് പിച്ചാത്തി മുന കൊണ്ട് എഴുതപ്പെട്ടിരുന്നു. ആ പട്ടാളക്കാരൻ ഹോട്ടലുടമസ്ഥൻ പോറ്റിയോട് പറഞ്ഞു, അത് ഞാൻ വരച്ചതാണ്. പോറ്റി ഒന്നും പറഞ്ഞില്ല. ഒരു പരമവണ്ണനെ തേടി തിരുവനന്തപുരത്ത് അയാൾ അലഞ്ഞു നടന്നു. കണ്ടുകിട്ടിയില്ല. അങ്ങനെ 17 ദിവസങ്ങൾ കഴിഞ്ഞു. പരിചിതമായ ഒരു മന്ദഹാസം അയാൾക്ക് എങ്ങു നിന്നും ലഭിച്ചില്ല. എപ്പോൾ വന്നു എന്ന ചോദ്യത്തിനു വേണ്ടി അയാൾ കേരളത്തിലെ നഗരങ്ങളിലെല്ലാം ഓടി നടന്നു. ഒരു പരിചയം സമ്പാദിക്കാൻ പാടുപെട്ടു. 5, 6, 7 ഇങ്ങനെ ദിനങ്ങൾ കഴിഞ്ഞു. കാണുന്നവരോടെല്ലാം വർത്തമാനം പറഞ്ഞു. വളരെ പേരെ അനുജ എന്ന് വിളിച്ചു. കാണുന്നവരുടെ എല്ലാം നേരെ ചിരിച്ചു. അയാൾക്കൊരാളെങ്കിലും ഓർമ്മയിൽ വെക്കാൻ കഴിഞ്ഞില്ല. ഒരാളെങ്കിലും അയാളെ ഓർക്കുന്ന മട്ടുമില്ല. കോഴിക്കോട് മുതൽ നാഗർകോവിൽ വരെ അയാൾ പക്ഷി വേഗത്തിൽ യാത്ര ചെയ്തു. അങ്ങനെ 28 ദിവസം വരെ കഴിഞ്ഞു. ഇനി 2 ദിവസങ്ങൾ മാത്രമുണ്ട്. ഇപ്പോഴും എവിടെയും ഊണ് കഴിയുമ്പോൾ പണത്തിന് കൈനീട്ടുന്നു. ഒരു പേര് ചൊല്ലി വിളിക്കുന്നില്ല. എന്തിനീ പേരുണ്ടായി? ഭ്രാന്ത് പിടിച്ച നഗരങ്ങളിൽ നിന്നും ബഹുദൂരമകന്ന് ശാന്തിയും സമാധാനവും നിറഞ്ഞ നാട്ടിൻപുറം. കുന്നിൻ ചെരുവിൽ, വയലിൻ ചെരുവിൽ, പച്ചക്കാട്ടിനിടയ്ക്ക് ഒരു കൊച്ചു വീട്. അതിൻ്റെ കോലായിൽ ഒരു നിലവിളക്കിന് മുന്നിലിരുന്ന് സമാധാനത്തോടെ ആ പട്ടാളക്കാരൻ ഉണ്ണുകയാണ്. വളരെ നേരമായി ഉണ്ണാനിരുന്നിട്ട്. ഒരു വൃദ്ധ ചോറും കറിയും അടുത്തു കൊണ്ടുവച്ചു. കുറേശ്ശെ വിളമ്പിക്കൊടുത്തു. വർത്തമാനവും പറഞ്ഞ് അയാളെ ഊട്ടുകയാണ്. അയാൾ അവരെ അമ്മ എന്നാണ് വിളിക്കുന്നത്. അമ്മ. അവർ അയാളെ മോനെന്നും. അവർക്ക് പറയാനുള്ളത് വീട്ടുകാര്യങ്ങളും. ആ അമ്മ പറയുന്നു,
എൻ്റെ മോനെ, 6 കഴിയണം. ഉടുക്കണ്ടയോ, തേക്കണ്ടയോ, ഉണ്ണണ്ടയോ എല്ലാം നടക്കണം. ഈ ഇട്ടാവട്ട സ്ഥലവുമുണ്ട്. കഴിഞ്ഞതിൻ്റെ അങ്ങേ കൊല്ലം മാത്രം 5 കണ്ടി കപ്പയുണ്ടായിരുന്നു. ഒരിത്തിരി മോരൊഴിച്ച കൂട്ടാൻ ഒഴിക്കാം മോനെ, പിന്നെ മോരൊഴിക്കാം. വൃദ്ധ കുറച്ച് പുളിശ്ശേരി വിളമ്പിക്കൊടുത്തു. ചോറ് വേണ്ടായിരുന്നമ്മ, ഞാനിന്ന് ഒരുപാടുണ്ടു. ഒരു ഇടങ്ങഴി അരിയുടെ ഉണ്ടിട്ടുണ്ട്, ഇല്ലേ അമ്മ? ഇതാ കൂത്ത്, ആകെ നാഴൂരി അരിയെ വെച്ചുള്ളൂ. വീണ്ടും വൃദ്ധ വർത്തമാനം തുടർന്നു. രാമൻ നായർ ചോദിച്ചു, അപ്പോൾ അമ്മയ്ക്ക് ആൺമക്കളില്ലേ? ഒരു ദീർഘനിശ്വാസത്തോടെ വൃദ്ധ പറഞ്ഞു, ഒരു നരുന്തിനെ ദൈവം തന്നു, അതിനെ കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ 23 വയസ്സായേനെ. എൻ്റെ നാണിയുടെ നേരെ ഇളയതാ. 2 വയസ്സ് മൂപ്പുണ്ട് അവൾക്ക്. വൃദ്ധ കുറച്ചുകൂടെ ചോറ് വിളമ്പി. വേണ്ടെന്ന് വിലക്കിയിട്ടും കുടഞ്ഞിട്ടു. നീ എൻ്റെ കയ്യേന്ന് വിടുമോനെ. മതിയമ്മ, എനിക്ക് ശ്വാസം മുട്ടുന്നു. അങ്ങനെ ഒരു ഊണ് ജീവിതത്തിൽ ഇദംപ്രഥമമായിരുന്നു. അയാൾ ഉണ്ടത് മതിയായില്ല എന്നൊരാൾക്കും ഇന്നോളം തോന്നിയിട്ടില്ല. ആ രാത്രിയിൽ ആ കൊച്ചു വീടിൻ്റെ മുറ്റത്ത് അസ്വസ്ഥനായി അയാൾ നടന്നുകൊണ്ടിരുന്നു. ഈ ഓണം കേറാ മൂലയുമായാണ് അയാളുടെ ജീവിതത്തിലെ നിർവചിക്കാൻ വയ്യാത്ത ഒരു ബന്ധമുണ്ടാവുന്നത്. ഇപ്പോൾ സമാധാനമായാണ് ഹൃദയം തുടിക്കുന്നതെന്ന് അയാൾക്ക് തോന്നി. ചിന്തകൾ വെളിവാകുന്നുണ്ട്. അയാൾക്കൊരമ്മയെ കിട്ടി. അമ്മ. ഒരുരുള ചോറ് കൂടി. അമ്മ പുളിശ്ശേരി ഒഴിക്കാം. ആ വൃദ്ധയുടെ മന്ദഹാസം ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. താൻ നിറച്ചുണ്ണണമെന്ന് അവർ ആഗ്രഹിച്ചു. എന്നാൽ നിറച്ചുണ്ടിട്ടില്ലെങ്കിലോ? രാത്രിയിൽ ഉറക്കം വരുത്താത്ത വിധം അതവരെ തപിപ്പിക്കുകയില്ല. നാഴിച്ചോറും വെച്ചുകൊണ്ട് വിളക്കണയ്ക്കാതെ അവർക്ക് കാത്തിരിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ പ്രസവത്തിൻ്റെ ആ വലിയ നൊമ്പരം അവർക്കുണ്ടായിട്ടില്ല. ഇല്ല, ആരും കാത്തിരിക്കാനില്ല. സമുദ്രാന്തങ്ങൾക്കപ്പുറത്ത് യുദ്ധരംഗത്തിൽ വെച്ച് ഈ ശരീരം ചിന്നിച്ചിതറിയാൽ ആർക്കും ഒരു നഷ്ടവും വരുവാനുമില്ല. അങ്ങനെ വരാതിരിക്കുവാൻ ഒരുത്തരും പ്രാർത്ഥിക്കുവാനുമില്ല. പിറ്റേന്ന് രാവിലെ ആ വൃദ്ധയോട് അയാൾ പറഞ്ഞു, അമ്മ, ഞാനൊരു കാര്യം പറയട്ടോ? എൻ്റെ മക്കൾ പറ. ഞാനൊരു നായരാണമ്മ. അത് മക്കൾ ഇന്നലെ പറഞ്ഞതാണല്ലോ. എനിക്ക് നാടും വീടുമില്ല, ആരുമില്ല. അതും നീ അത്താഴം ഉണ്ടുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞല്ലോ. എനിക്കാരുമില്ലമ്മ. അയാൾ പൊട്ടിക്കരഞ്ഞുപോയി. ആ വൃദ്ധ അമ്പരന്ന് നിന്നു. അന്നുച്ചയ്ക്ക് ഒരു ചെറിയ കല്യാണം ആ വീട്ടിൽ നടന്നു. അങ്ങനെ 25-ാം വയസ്സിൽ നാണിക്കൊരു ഭർത്താവുണ്ടായി. മനോഹരമായ ഒരു സായാഹ്നമായിരുന്നു അത്. കൊയ്തൊഴിഞ്ഞ ആ പാടം അസ്തമനകാന്തിയിൽ കനകധൂസരമായിരുന്നു. ആ ഏലായുടെ നിശ്വാസം പോലെ മന്ദമാരുതൻ വീശിക്കൊണ്ടിരുന്നു. കാളകളെ അടിച്ചുകൊണ്ട് നുകവും ചുമലിലെടുത്ത് പരീക്ഷീണനായ ഒരു കൃഷീവലൻ കടന്നുപോയി. അയാൾ കുശലം ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നേ? ചുമ്മാതെ, രാമൻ നായർ മറുപടി പറഞ്ഞു. അയാൾക്ക് ബന്ധുക്കളുണ്ടായി. ഇന്നെന്തിനു പോകുന്നു എന്നൊരു ചോദ്യം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. അവൾ പിന്നിൽ നിൽക്കുന്നു. അവളെ അയാളൊന്ന് സൂക്ഷിച്ചു നോക്കി. അവൾ അവനദാസിയായി. എനിക്ക് പോകണം. ഞാൻ വിധിയുണ്ടെങ്കിൽ കാണാം. നീ കന്യകയായി തന്നെ ഇരിക്കെ. അയാളുടെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. ഞാനിരിക്കാം, എങ്കിലും നാളെ. അയാൾ നിഷേധരൂപത്തിൽ തലകുലുക്കി. 10 നാഴിക രാച്ചെന്നു. പൂർണ്ണചന്ദ്രൻ ഉദിച്ചുയർന്നു. ആ പാടത്തുകൂടി പെട്ടിയും തൂക്കിപ്പിടിച്ച് പോകുന്ന രൂപത്തെ അവൾ നോക്കി നിന്നു. അരുവി അതിൻ്റെ ജീവിതഗാനം പാടിക്കൊണ്ടിരുന്നു. അവിടെ ഒരു പട്ടാളക്കാരൻ്റെ ഫാമിലി അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. മാസം 40 രൂപ. ഒരു ഉരുളി, 2 ചെമ്പുകലം, 3-4 കട്ടിലുകൾ, ഇത്രയും അവൾ വാങ്ങി. അതിൽ അവളുടെ പേര് വെട്ടിച്ചു. ആ വീടൊന്ന് പുതുക്കി പണിതു. പറമ്പിന് ചുറ്റും കയ്യാല വെച്ചു. പറമ്പിൽ നിറച്ച് ഏത്തവാഴയാണ്. അവൾ ഇന്നവിടുത്തെ പ്രധാനിയാണ്. അമ്മ പോലും അവൾ പറയുന്നത് കേൾക്കും. എന്നും അമ്പലത്തിൽ പോയി അവൾ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ എന്നും ഒരാൾ കുണ്ണൻ ചോറിരിക്കും. രാത്രിയിൽ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ അമ്മ വിളിച്ചു ചോദിക്കും, അതാരെന്ന്. അത് കേട്ട് അവൾ ഉരുണ്ടു പുരണ്ട് എഴുന്നേൽക്കും. നിന്റെ നായരെന്ന് വരുമെന്ന് കൂട്ടുകാരികൾ ചോദിക്കുമ്പോൾ മാത്രം അവൾക്ക് ഉത്തരം പറയാനില്ല.
ഒരു ദിവസം പോസ്റ്റ്മാൻ ഒരു വലിയ കവർ കൊടുത്തു. അത് ആ പട്ടാളക്കാരൻ്റെ ഫോട്ടോ ആയിരുന്നു. അന്നു മുതൽ ആ വീടിൻ്റെ മൺഭിത്തിയെ ഒരു പടം അലങ്കരിച്ചു. 3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രതിമാസം 100 രൂപ അവളുടെ മേൽവിലാസത്തിൽ വരാൻ തുടങ്ങി. 6 മാസം കഴിഞ്ഞപ്പോൾ അത് വീണ്ടും വർദ്ധിച്ചു. ഒരു ദിവസം സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും 3 വലിയ ഇരുമ്പ് വെട്ടികൾ ഏറ്റുവാങ്ങാനുള്ള നോട്ടീസ് കിട്ടി. അത് നിറയെ ഉയർന്ന തരം പട്ടാള ഉദ്യോഗസ്ഥൻ്റെ ഉടുപ്പുകളായിരുന്നു. ഒരു പെട്ടിയിൽ അവൾ അയാളുടെ കഴുത്തിലിട്ട വിവാഹമാല്യമുണ്ടായിരുന്നു. അത് ഉണങ്ങിക്കരിഞ്ഞുപോയി. നാണി അകാരണമായി നടുങ്ങി. ഒരാഴ്ചയ്ക്ക് ശേഷം 10,000 രൂപയുടെ ചെക്ക് അവൾക്ക് ലഭിച്ചു. പിന്നീട് പ്രതിമാസമുള്ള മണി ഓർഡറുകളുമില്ല.